ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇപ്പോൾ സമയം 9:38. അർമേനിയയിലെ രണ്ടാമത്തെ ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ സിറ്റി ടൂറിന് വേണ്ടി ഇറങ്ങിയേട്ടാ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കസ്കേഡ്. ഒരു പാർക്കാണ്. അതേ ഒരു പെണ്ണുമ്പിള്ള ഇരിക്കുന്ന സിഗരറ്റ് പിടിച്ചിട്ടുണ്ട്. തേമാൻ Here we've got 572 steps. One Armenian American art lover and businessman decided to create something like an art center in Yerevan and make some contemporary art exhibitions here. Inside you will see that, and also from some countries, also from Armenian people, you can see very nice sculptures in this garden. For example, this black cat is Fernando Gutierrez, American artist sculpture, and also you can see so many nice places. The black cat is the famous one in this. എന്താണ് മൊത്തം കടിച്ചു പിടിച്ചിരിക്കുന്നത്? ഈ കാണുന്ന സ്റ്റെപ്സ് 573 സ്റ്റെപ്പുണ്ട്. അത് ഞങ്ങൾ കയറാൻ പോവുകയാണ്. അതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ യെരവാൻ്റെ, അതായത് ഈ അർമേനിയൻ്റെ ക്യാപിറ്റലിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് അവിടെ കയറുന്നില്ല. അതിന് പകരം ഇവിടെ ഒരു എക്സിബിഷനുണ്ട്. ഈ മഴ പെയ്യും. ചൂടാണ്, പക്ഷെ വലിയ ചൂടില്ല, എന്നാൽ തണുപ്പുമില്ല. എന്നാണ് കഫേ ജെയിൻ സെൻറ്റർ ഓഫ് ദ ആർട്സ്. ഇത് ഫുൾ ആർട്സ് ആണ്. രാവിലെ ക്ലീനിങ് ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ആൾക്കാരാട്ടോ അവിടെ ഫുള്ള്. ഇവിടെയാണ് എക്സിബിഷൻ ഉള്ളത്. ബിസിനസ് മാൻ ആൻഡ് ഫിലോസഫേഴ്സ്. പോയി നോക്കാം. ഹ്യൂമൻ ഈ സാധനം കണ്ട മനുഷ്യന്റെ പ്രതിമ കണ്ട. ബിയർ അവിടെ എന്തൊക്കെ ഇരിക്കും. സോ വാട്ട് ആർ ദോസ്? This is just part of the contemporary exhibition. ഓക്കെ. ചുമ്മാ കോണ്ടംപററി ആയിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സ്കൾപ്ചേഴ്സ് മാത്രമേ. പക്ഷെ ആ സാധനം കൊള്ളാട്ടോ, ലൈറ്റ്. അത് കുറേ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളാണ്. Of these things. Double throne chair, 20th century. And bench, 20th century Chinese tree road.
സ്റ്റോൺ ചെയർ ആട്ടോ, തടി വെച്ചുണ്ടാക്കിയ. അത് ഒറിജിനലാണോ? ഓ, തടി തന്നെ, പഴയതൊന്നുമല്ല ഇത്. ചൈനീസ് ട്രീ. പിന്നെ ആ മണ്ടൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ പേരൊന്നും നോക്കിയിട്ട് വരാം. ആൻഡ് ജർമ്മനി ഇൻഗ്രേറ്റ്സിക്, അതാണ് ആ സാധനം. ജോൺ റിസ്ലി USA ഹെഡ് ഓൺ 1960s മെറ്റൽ. ഒരു നന്നിൻ്റെ പ്രതിമയാണ് ആ കാണുന്നത്. പ്രതിമയല്ല, ഒരു സ്കൾപ്ചർ. പിന്നെ മാർട്ടിൻ ഗിറേസൺ, ഇതെല്ലാം ചെയറാ, അത്രയും മതി. അപ്പം നോക്കും, ഇതാണ് ആ നന്നിൻ്റെ ചെയർ. നല്ല കുഷ്യനുള്ള ചെയറുള്ളത് അല്ലേ? രണ്ട് ചെയർ, ഒരു കോഫി ടേബിൾ. പക്ഷെ ഭയങ്കര അർത്ഥമാണ്. ഇത് കോപ്പറാണ്. നമ്മളുടെ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞു ഞാൻ. ഭയങ്കര നാരായിട്ടുള്ള സ്റ്റെയർ ആട്ടല്ല, എസ്കലേറ്റർ ആട്ടോ. ഒരാൾക്ക് മാത്രമേ കയറുള്ളൂ. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ ഇവിടുത്തെ സ്കൾപ്ചേഴ്സാണ്. ഇത് കൊള്ളാട്ടോ. ഇത് ബട്ടർഫ്ലൈ ഒക്കെ ഇരിക്കും. ഇത് കുഞ്ഞു തടി പീസ് വെച്ച് ഉണ്ടാക്കിയ കേട്ടോ. കൊള്ളാം. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സ്റ്റെഫൻ കെറ്റിൽ. ഇതൊക്കെ മാർബിളാണ്. ഇത് മറ്റേ ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ. കൊള്ളാം. ഒരു മീൻ, ഷാർക്ക്. അവിടെയും ഒരു ചെയറും ടേബിളും. ഇതൊക്കെ ഇവിടുത്തെ അട്രാക്ഷൻ. അത് കൊള്ളാം. അഞ്ച് പേരുണ്ട്. 5 പേര് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൾപ്ചർ. അത് സമ്മതിച്ചു. ഇതൊക്കെ കോപ്പർ വെച്ച് ഉണ്ടാക്കുന്ന. കോപ്പർ വെച്ചാൽ നല്ല സമയം എടുക്കും. ചുണ്ട് കണക്കിരിക്കുന്നത് ചേർന്ന്. എൻ്റെ മോനെ കാറ് പണിത് വെച്ചിരിക്കുന്ന. കാറ് പണിത്, ഇത് ഒറിജിനൽ കാറാണല്ലോ. Is it original car? Sorry? It's original, right? Original? Yeah. This is real car, but it's like covering with silver something. Like Okay. silver color. അത്രേ ഉള്ളൂ. റിയൽ കാർ തന്നെയാണ്. അത് മറ്റേ സിൽവറിൻ്റെ ടേപ്പ് വെച്ച് ഒട്ടിച്ചതേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയായിരിക്കും. പ്ലീറ്റ്സ് ഇൻഡസ്ട്രിയൽ കഫേസ് ആൻഡ് ട്രാൻസ്പോർട്ട്. സുബാറു ആണോ? ട്രാഫിക് ലൈറ്റ് 20th century മെറ്റൽ ഗ്രീൻ എനമൽ. 20th centuryയിലുണ്ടായിരുന്ന ട്രാഫിക് ലൈറ്റാണ് 20th centuries. കണ്ടിട്ട് ഇപ്പോഴത്തെ കണക്കും. അന്നത്തെ കാലത്തൊക്കെ ഇതേ ഒരു ചെവി. ഇത് കൊള്ളാട്ടാ. കമ്പികൾ വെച്ച് ഒരു കുതിരേനെ ഉണ്ടാക്കി വെച്ചിരിക്കും. ഇതേ പിന്നെയും ചേരും. ഇതെന്തുമാത്രം ചേരും. ഇത് മാത്രം കസേരൊക്കെ തീർന്നു കൊണ്ട് വെച്ചു. ആരൊക്കെ ഗിഫ്റ്റ് കൊടുത്താന്ന് തോന്നുന്നു. പിന്നെയും ചേരും. ആൽബർട്ട് യങ് മിറ്റോർ. എന്താണ്? സ്റ്റീൽ ഗ്ലാസ് ടോപ്പ്. മെറ്റിയോർ. ഇത് കല്ലും ഗ്ലാസും സ്റ്റീലും. സ്റ്റീലിന് വേണ്ടി ഇരുമ്പാണല്ലോ. അത് ഒരുമിച്ച് വയ്ക്കും. അയണല്ലേ. ഇത് കൊള്ളാം. അത് കഴിഞ്ഞു പരന്ത്. കമ്പി വെച്ച് മാത്രം ഉണ്ടാക്കിയ
നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെയും ചെയ്യും. അല്ലല്ല അത് ഷൂ ആട്ടാ. ഇത്രയും വലിയ ഷൂ. ആ കാലിൻ്റെ ഉടമയുടെ ആയിരിക്കും അത്രയും വലിയ ഷൂ. ചെയർ അവിടെയും ചെയർ. സോഫ, ചെയറല്ല സോഫ. ഇത് സോഫ മാത്രമുള്ള എക്സിബിഷൻ. ഏറ്റവും കൂടുതൽ സോഫ. ഇതെന്ത് പ്രിസ്മേ? ഇതെന്തോ ചുമ്മാ ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കുക. ട്യൂബുലാർ ബെഞ്ച് 20th century സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെഞ്ചാട്ടാ. അതെങ്ങനെ ഇരിക്കും അത്? ഇലൂമിനേറ്റഡ് പാനൽ. ഇത് കണ്ടിട്ട് പ്രിസ്മാണ് കണ്ടത്, പക്ഷേ ഇലുമിനേഷനൊന്നും തോന്നുന്നില്ലല്ലോ, ചുമ്മാ ഒരു പാനൽ. ഇതൊക്കെ അർമേനിയയിലെ ക്രിസ്റ്റൽസ് ആട്ടോ. ഇത് ഇവിടുത്തെ നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മൈൻഡ് തൊടാൻ പാടില്ലെന്ന് തോന്നുന്നു. വേണ്ട. ഇത് റെഡ് ഡയമണ്ട്സ് ആയത്. Swarovski crystals and obsidian chunks, stainless steel LED illumination executed by the staff of the Cafesian Center of the Arts. എല്ലാം ഇവിടുത്തെ മിനറൽസ് ആയിരുന്നു കേട്ടോ. ഒരു മൈൻഡ് ചെയ്തെടുത്ത സാധനങ്ങളാണ്. പൊളി. അത്രേ ഉള്ളൂ. അതിൻ്റെ മണ്ടയ്ക്കൊക്കെ പൂട്ടിയിട്ടിരിക്കുക. Bible, there was a great flood, and during the great flood, Noah made the ark, and he saved many animals, some people, and later Noah's ark stopped on this top, on the Ararat mountain top. The big one or the small one? Big one, okay. Yeah. നോയുടെ ആർക്ക് വന്ന് പതിച്ച മലയാട്ടോ അത്, അററാറ്റ് മൗണ്ടൻ എന്ന് പറയല്. അതിനകത്തിപ്പോൾ ഇവർ പറഞ്ഞത് നോവ ഒരു ആർക്കിൻ്റെ അകത്ത് കുറേ ആനിമൽസും എല്ലാത്തിൻ്റെയും പേരായിട്ട് ആനിമൽസിനെയൊക്കെ മനുഷ്യരെയൊക്കെ കൊണ്ടുവന്നില്ലേ, എന്നിട്ട് ഫ്ലഡ് സമയത്ത് വന്ന് ഇടിച്ച് നിന്ന സ്ഥലമാണ് ആ മല. ഈ ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടത്തുള്ളൂ. സോ ഫോർ ദ ബെറ്റർ വ്യൂ വേർ ഡു വി ഗോ ടു? This is one of the good place to see this view, only. But also there is a church, Horvirap is the name of this church. It's not included in our tour. Okay. And from because the Horvirap is very close to the Ararat mountain, it's from there it's really nice view. But Ararat mountain is not in Armenia, right? It's included in Turkish territory. Turkey, But it was Armenia's land before. It was, but they have it now. ആ സാധനം ടർക്കിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടും. നമ്മളിവിടെ ആയതുകൊണ്ട് കിട്ടത്തില്ല. പണ്ട് അർമേനിയയുടെ ആയിരുന്നു, ഇപ്പോൾ ഇത് ടർക്കിയുടെയാണ്. അപ്പോൾ അവിടെ പോകാൻ വേറെ വിസ വേണം. ടൂർ എടുത്തതുകൊണ്ട് ഇത്രയും സ്റ്റെപ്പ് കയറേണ്ടാവുന്നില്ല. 573 സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഇതാണ് യെറവാൻ സിറ്റി. അർമേനിയയുടെ ക്യാപിറ്റൽ. കൊള്ളാലേ, നല്ല വ്യൂ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. പഴയതും പുതിയതായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അവിടെ ഒരാൾ ഇരിക്കുന്നു. ആ സ്കൾപ്ചർ നമ്മൾ കണ്ടില്ലല്ലോ, മഞ്ഞ മനുഷ്യൻ. കണ്ട ഇതേ കണ്ട അയാൾ നമ്മൾ നേരത്താണ്ടില്ല. There you can see the cable. TV tower of Armenia, the high place on the top. It's a TV tower, and the garden is in this cascade complex, and there is so many sculptures. When we go down, you can see some sculptures there. Okay. ഒന്നുമില്ല, ഈ സ്കൾപ്ചറൊക്കെ ഈ സാധനത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. നമ്മളിനി പോകാൻ പോകുന്നത് എവിടെയാണ്? അത് ആ നീഡിലാണ് കേൾക്കുന്ന സാധനം കണ്ട.
ജെനുസൈഡ് എന്നാണ് അതിന് പറയുന്നത്. എന്തോ ഒരു അർമേനിയൻസിൻ്റെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പോയി നോക്കാം അവിടെ എന്താണെന്നുള്ളത്. ഇനി എന്തായാലും സ്റ്റെപ്പ് ഇറങ്ങാമെന്ന് എനിക്ക് തിരിച്ച് അതിൻ്റെ അകത്തൂടെ തന്നെ പോകാം. സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇതെങ്കിൽ കാല് കണ്ട, 2 കാല് കണ്ട മനുഷ്യൻ്റെ രൂപത്തിലുള്ള ചെറിയ ചെറിയ പാവകൾ ഉണ്ടാക്കിയ ലൈറ്റ് അത്. അയ്യോ ഇപ്പോൾ വീണ കഴിഞ്ഞു. അത് മനുഷ്യന്മാരാടാ. അതെന്താ അങ്ങനെ കസ്കേഡിയനിലെ അവിടുത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. കണ്ണൊന്നും വിരിയുന്നില്ല വെയിലടിച്ച്. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. എൻ്റെ ഫോട്ടോ ഒന്നും വേണ്ട. എന്തിനും അതിന് മാത്രം ഫോട്ടോ. എന്നാലും അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. വെയിറ്റ്. കൊള്ളാം കൊള്ളാം. അകത്ത് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന സ്കൾപ്ചേഴ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ചേച്ചി പറയുന്നത്. നോക്കട്ടെ നേരത്തേണ്ടത് ഇതെന്ത്? അയ്യേ ഞാൻ തെറ്റിരിച്ച്. ഞാൻ കരുതി മറ്റേ എൻ്റെ ചന്തിയിലോട്ട് കയറുന്നു. ഇതെന്താ സാധനം ഒന്നും മനസ്സിലാകുന്നില്ല. കുറേ ലൈറ്റ് ഗ്ലാസും സ്റ്റീലും. ഇത് മറ്റേ ചേച്ചിയുടെ കയ്യിലൊരു സിഗരറ്റ് ഉണ്ട്. ഇതവിടെ ഒരു ആനയുടെ തുമ്പിക്കൈ ആയിരുന്നു കേട്ടോ. ഒരു ആന കൂട്ടിൽ നിൽക്കുന്ന പോലെ ഒരു തുമ്പിക്കൈ. ഇതൊന്ന് കാല. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ എന്താ ഇത് കൊള്ളാട്ടോ. പിന്നെ ആ ഭിത്തി തുറന്ന് ഇറങ്ങി വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്കൾപ്ചറാണെന്ന് തോന്നുന്നു. ഇത് തന്നെ. ഇത് പൈററ്റ്സ് ഓഫ് കരീബിയനിലെ ആൾ. പൈററ്റ് തന്നെ. റോഡ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സെറ്റപ്പ് ഉണ്ട്. സീബ്ര ലൈൻ ഇതല്ലാതെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും, ഫൈൻ കിട്ടും. എൻ്റെ മോനെ, എനിക്ക് ഈ സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കമ്പികൾ വെച്ചിട്ട് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നത്. ഇതെന്താ കുറേ ചെറിയ ചെറിയ കമ്പികൾ വെച്ചിട്ട് കുതിര. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല. ഞാൻ നോക്കാം എന്താണ് എങ്ങനെയാണ്. എനിക്ക് തോന്നേ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഈ മൊട്ടത്തലേനും തോന്നിയത് പൊട്ടിച്ചിരിക്കുന്നു. കൊള്ളാട്ടെ. ഇത് കാണുമ്പോൾ തന്നെ ഒക്കെ ചിരി വരും. അവരൊക്കെ നോക്കിയിട്ട് ചിരിക്കും. ഇതിന് മുട്ടുകുത്തിക്കുന്ന മൊട്ടത്തലേ. കണ്ട കറക്റ്റ് സെൻറ്ററിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് 2 കുതിര, അതിൻ്റെ നടുക്ക് ആ സാധനം. എന്ത് വ്യൂ, അടിപൊളി. ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ അതും കൊള്ളാം. എല്ലാം കണ്ടു. പിന്നെ ഇവിടെ ജഗ്ഗൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് ജഗ് തന്നെയല്ലേ ഇത് പറയുന്നത്. ടീപോട്ട്. ഒരു കൂട് കണക്ക് സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഒരു കൂട് കണക്ക് ഒരു ടീപോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സിംഹോ. ഇത് ചേച്ചി സെൽഫിയൊക്കെ എടുക്കുന്നു. മാറി കിടന്നു. ടയറാട്ടാ. ടയറ് കട്ട് ചെയ്ത് ഒരു സിംഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ മോനെ കൊള്ളാം. നോക്കി നഖമൊക്കെ ഉണ്ട്. എന്തുമാത്രം സമയം എടുത്തു. നല്ല പൈസയും കിട്ടിക്കണം. അത് വേറെ കാര്യം. ഇതെന്തോ പപ്പടം, അമ്പിളിമാമൻ, ചന്ദ്രൻ. ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും സാധനം കാണാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല.
ഞങ്ങൾക്ക് മറ്റേ ഇലൂമിനേഷൻ ഇല്ലേ അതുപോലെ ആയിരിക്കും. ഇല്ല, എവിടെ നോക്കിയിട്ട് ഒരേപോലെ തന്നെ. ഇതൊരു തുമ്പിയല്ല കേട്ടോ, ഈച്ചയാന്ന് തോന്നുന്നു. തേനീച്ചയോ ഈച്ചയോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ എന്തൊരു സാധനം. ഇത് ഇവിടെ ഒരു അപ്പാപ്പൻ ബൈബിളും എന്തോ ഒരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു അവിടെ. അല്ല, പുള്ളിക്കാരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു സ്കൾപ്ചർ. അപ്പോൾ അത്രേ ഉള്ളൂ. കാസ്കേഡിയനിലെ യെരവാനിലെ കാസ്കേഡിയൻ എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകൾ. വലുതായിട്ടൊന്നുമില്ല. ഇനി കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്, നല്ല ഗാർഡനാണ്, നല്ല വ്യൂ ഉണ്ട്, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെന്താ, കറക്റ്റ് ഒരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ്. മെമ്മറീസും കാര്യങ്ങളായിട്ടൊന്നുമില്ല, പക്ഷേ കൊള്ളാം, സെറ്റാണ്. ഇപ്പോൾ സമയം 10:24. കാസ്കേഡിയനിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ജനസൈഡ് മെമ്മോറിയൽ അല്ലേ? മോണുമെൻറ്റ്, ജനസൈഡ് മോണുമെൻറ്റ്. ക്രോസ് ചെയ്യാൻ സമയം. അപ്പോൾ നമ്മൾ ആ മോണുമെൻറ്റ് കാണാൻ വേണ്ടി പോവാം. കുറേ ഹിസ്റ്ററീസ് ഉണ്ട് അവിടെ, കുറേ ആൾക്കാരുടെ ഗ്രേവ്സും, പിന്നെ എന്തോ അണയാതിരിക്കുന്ന, അതുപോലെ അണയ്ക്കാതിരിക്കുന്ന എന്തോ തീയോ സെറ്റപ്പൊക്കെ ഉണ്ട്. കറക്റ്റ് എനിക്കറിയത്തില്ല. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി നോക്കാം.